നെക്സ്റ്റ് വരുന്നത് വേർട്ടിബ്രേറ്റ് സബ്ഫൈലം വേർട്ടിബ്രേറ്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടേഴ്സ് നേരത്തെ പറഞ്ഞു. മേജർ വേർട്ടിബ്രേറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ പറഞ്ഞു. എല്ലാ കോഡഡ് ക്യാരക്ടേഴ്സും ഉണ്ട്. അതിൻ്റെ കൂടെ ക്രേനിയേറ്റ്സ് ആണ്, ക്രേനിയം ഉണ്ടാവും, അത് കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി ആയിരിക്കും. അതുപോലെ കിഡ്നീസ് ഉണ്ടാകും, മസ്കുലർ ഹാർട്ട് ഉണ്ടാവും, ചേംബേർഡ് ആയിരിക്കും. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്. പിന്നെ അപ്പൻഡേജസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്യാരക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് വേർട്ടിബ്രേറ്റ്സിലെ ഫസ്റ്റ് ഡിവിഷനാണ് എ നാത്ത. വേർട്ടിബ്രേറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തത് എ നാത്ത ആൻഡ് നാത്തോസ്ട്രൊമേറ്റ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എ നാത്ത എന്ന് പറയുന്നത് ആദ്യത്തെ ഡിവിഷനാണ്. എ നാത്ത ലാക്ക് ഓഫ് ജോസ്, ഞാൻ പറഞ്ഞു ജോലെസ് ആയിട്ടുള്ള വേർട്ടിബ്രേറ്റ്സ് ആണ് അവർ. അപ്പോൾ എ നാത്തയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. ഒരേ ഒരു ക്ലാസ്സേ ഉള്ളൂ എനകത്തേൽ, അതാണ് സൈക്ലോസ്റ്റൊമേറ്റ. സൈക്ലോസ്റ്റൊമേറ്റയിൽ മിക്സീൻ അല്ലെങ്കിൽ ഹാക്ക് ഫിഷ് എന്നൊക്കെ പറയുന്ന ഓർഗാനിസംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുക. നോക്കിയേ അവരുടെ സ്ട്രക്ചർ നോക്കിയേ. അവരുടെ മൗത്ത് കണ്ടോ? മൗത്തിൽ അവർ എക്ടോ പാരസൈറ്റ്സ് ആണ്. ഫിഷസിൻ്റെയൊക്കെ പാരസൈറ്റ്സ് ആണ്. എക്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സൈഡ് ദ ബോഡി. അപ്പോൾ ആ ബോഡിയുടെ പുറമെ, അതായത് എൻഡോ പാരസൈറ്റ്. ഇപ്പോൾ ടീനിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാടവിര ഒക്കെ കണ്ടില്ലേ, ആ സ്കാരിസ്, അതൊക്കെ എൻഡോ പാരസൈറ്റ്സ് ആണ്. ഇത് എക്ടോ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മുകളിൽ കാണുന്ന എക്ടോ പാരസൈറ്റ്. ഇപ്പോൾ പേനൊക്കെ ഇല്ലേ, അതൊക്കെ എക്ടോ പാരസൈറ്റ് ആണ്. അപ്പോൾ എക്ടോ പാരസൈറ്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് ജോ ഇല്ല. അവർക്കൊരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ബോഡിയാണ്. ഒരു റൗണ്ട് ഷേപ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു മൗത്ത് കാണാം. അവിടെ ധാരാളം ടീത്ത് ഉണ്ട്. എന്തിനു വേണ്ടി? എക്ടോ പാരസൈറ്റ് അവർക്ക് ആ ഒരു സക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഹോസ്റ്റ് ഉണ്ടാവുമല്ലോ. ഒരു പാരസൈറ്റ് ആകുമ്പോൾ ഒരു ഹോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഹോസ്റ്റിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ടീത്ത് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എക്ടോ പാരസൈറ്റ്സ് ആണ്. ദർ ഇലോങ്ങേറ്റഡ് ബോഡി ബെയറിംഗ് 16 to 15 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഫോർ റെസ്പിറേഷൻ. അവരുടെ റെസ്പിറേഷനെ സഹായിക്കുന്നത് ഗിൽ സ്ലിറ്റ്സ് ആണ്. അതുപോലെ അവരുടെ ക്രേനിയം ആൻഡ് വേർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. ഞാൻ പറഞ്ഞു ക്രേനിയം ഉണ്ടാവും, അതുകൊണ്ടാണ് ക്രേനിയൻസ് എന്ന് പറയുന്നത് വേർട്ടിബ്രേറ്റ്സിന്. അപ്പോൾ ക്രേനിയവും അതുപോലെ തന്നെ വേർട്ടിബ്രൽ കോളവും കാർട്ടിലേജിനസ് ആണ്. അവർക്ക് എന്താ പറയുക, ജോ ഇല്ല. സക്കിങ് ടൈപ്പ് ഓഫ് മൗത്താണ്. സക്കിങ് ആയിട്ടുള്ള സർക്കുലർ മൗത്താണ്. വട്ടത്തിലുള്ള സക്ക് ചെയ്തെടുക്കുന്ന, അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സക്ക് ചെയ്തെടുക്കുന്ന മിക്കവാറും ഫിഷസിൻ്റെ പാരസൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് സക്ക് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള മൗത്തായിരിക്കും അവർക്ക് ഉണ്ടാവുക. അവിടെ ധാരാളം ടീത്തും ഉണ്ടാവും. അവർ മറൈനാണ്. മറൈൻ എന്ന് പറഞ്ഞാൽ സീ വാട്ടറിൽ ജീവിക്കുന്നതാണ്. പക്ഷേ സ്പോണിങ്ങിൻ്റെ സമയത്ത്, അതായത് അവരുടെ ആ എഗ് ലേയിങ്ങിൻ്റെ ഒക്കെ സമയത്ത് അവരെന്ത് ചെയ്യും? ഫ്രഷ് വാട്ടർ റിവേഴ്സിലേക്ക് പോകും. എന്നിട്ട് അവിടെ സ്പോണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ തിരിച്ചു വരും. സ്പോണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അഡൾട്ട് മിക്കവാറും ചത്തുപോകും. അഡൾട്ട് ഡൈ. ആഫ്റ്റർ സ്പോണിങ് ദ റിട്ടേൺ. സ്പോണിങ് കഴിഞ്ഞ് ആ ലാർവ പതുക്കെ ഉണ്ടാവില്ലേ, ആ കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും അവർ പതുക്കെ വീണ്ടും തിരിച്ച് മറൈൻ ഹാബിറ്റാറ്റിലേക്ക് തന്നെ വരും. ആ സ്പോണിങ്ങിന് വേണ്ടി മാത്രമാണ് അവർ ഫ്രഷ് വാട്ടറിലേക്ക് പോവുക. ലാർവ മെറ്റമോഫോസിസ് കഴിയുമ്പോഴത്തേക്കും എങ്ങോട്ട്? മെറ്റാമോഫോസിസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ലാർവ അഡൾട്ട് ആവുന്ന ആ ചേഞ്ച്, അത് കഴിയുമ്പോഴത്തേക്കും ഓഷനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവും. അതൊക്കെയാണ് അവരുടെ മേജർ ക്യാരക്ടേഴ്സ്. പിന്നെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോമൈസൺ, ലാംപ്രേ, അതുപോലെ മിക്സീൻ, ഹാക്ക് ഫിഷ്, അതൊക്കെയാണ് അവരുടെ എക്സാമ്പിൾസ്. ഈ പെട്രോമൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വലിയ വലിയ ഫിഷസിൻ്റെയൊക്കെ ബോഡിയിലെ എക്ടോ പാരസൈറ്റ് ആയിട്ട് കാണും. എന്നിട്ട് അവരുടെ ആ സക്ടോറിയൽ മൗത്ത് ഉപയോഗിച്ച് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും അവരുടെ ബോഡി ഫ്ലൂയിഡ്സ്. അവസാനം ചിലപ്പോൾ ആ ഫിഷസ് വലിയ അറ്റാക്ക് ആണെങ്കിൽ അത് ചത്തുപോവുകയും ചെയ്യും. ഇനി മിക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഇതുപോലത്തെ സെക്ടോറിയൽ തന്നെയാണ്. ഇത് സാധാരണഗതിയിൽ ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ഫിഷസ് ഒക്കെ ഇല്ലേ, അത് സാധാരണ നോക്കിയാൽ അത് കാണുന്നത് അത് ബോട്ടം ഡ്വെല്ലേഴ്സാണ്. അതായത് സീയുടെയൊക്കെ താഴെ കാണുന്നവരാണ്. എന്നിട്ട് അവർ ഈ ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ഫിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് ആണ് കൂടുതൽ അങ്ങ് സക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോ ഇല്ല, അതുപോലെ തന്നെ സക്കിങ് ആയിട്ടുള്ള മൗത്ത് പാർട്സ് ആണ്. ക്രേനിയം ഒക്കെ കാർട്ടിലേജിനസ് ആണ്. സ്പോണിങ്ങിൻ്റെ എക്സ്ക്ലൂസീവ്ലി മറൈനാണ്. പക്ഷേ സ്പോണിങ്ങിൻ്റെ സമയത്ത് മാത്രം ഫ്രഷ് വാട്ടറിലേക്ക് പോകും. ആഫ്റ്റർ സ്പോണിങ് ദേ വിൽ ഡൈ ആൻഡ് ആഫ്റ്റർ മെറ്റമോഫോസിസ്, ലാർവ മെറ്റമോഫോസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഓഷനിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതൊക്കെയാണ് അവരുടെ മേജർ ക്യാരക്ടേഴ്സ്. ദേ ആർ എക്ടോ പാരസൈറ്റ്സ്. എക്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഔട്ട്സൈഡ് ദ ബോഡി, എക്ടോ പാരസൈറ്റ്സ്. ഇനി വേർട്ടിബ്രേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ
നമ്മൾ കണ്ടു വേർട്ടിബ്രേറ്റ്സിനെ അതിനിടയ്ക്ക് കോഡേറ്റ്സ് നോൺ കോഡേറ്റ്സ് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. അത് ഞാൻ ടെക്സ്റ്റിൽ ഒരു 2 പോയിന്റ്സും കൂടെ അഡീഷണൽ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാം. നോക്കിയേ, കോഡേറ്റ്സിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആണ്, നോൺ കോഡേറ്റ്സിലോ നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. ദെൻ കോഡേറ്റ്സിലെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് ഡോസൽ, ഹോളോ ആൻഡ് സിംഗിൾ, അതാണ് നെർവ് കോഡ് എന്ന് പറയുന്നത്. വൈൽ ഇൻ കേസ് ഓഫ് നോൺ കോഡേറ്റ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് വെൻട്രൽ, അല്ലേ, ഇവിടെയല്ലേ കാണുന്നത്. അതുപോലെ ഡബിൾ വെൻട്രൽ നെർവ് കോഡ് എന്നൊക്കെയാണ് നമ്മൾ 2 ഗാംഗ്ലിയ ഉണ്ടാവും, അതിൽ നിന്ന് നെർവ് കോഡ് ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ ലോവർ ഓർഗാനിസത്തിൽ പഠിച്ചിരുന്നത്. അതാണ് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. ഇവരുടെ ആണെങ്കിൽ ഹോളോ ആയിരിക്കും. ഹോളോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡൊക്കെ ഹോളോ അല്ലേ, പക്ഷേ നോൺ കോഡേറ്റ്സിൻ്റെ ആണെങ്കിൽ അത് സോളിഡ് ആയിരിക്കും, ഹോളോ അല്ല. പിന്നെ pharynx is perforated by gill slits, while gill slits are absent in case of non-chordates. Then heart is ventral in case of chordates, while in non-chordates heart is dorsal. Heart present ആണെങ്കിൽ, if present എന്ന് പറഞ്ഞിട്ടുണ്ട്, present ആണെങ്കിൽ അത് dorsal ആയിരിക്കും. അതുപോലെ തന്നെ post-anal tail, post-anal part എന്ന് പറയാൻ പറ്റില്ല, post-anal part is present in case of chordates, while post-anal tail is absent in നോൺ കോഡേറ്റ്സ്. ഒരു ഏനൽ ടെയിൽ നമ്മൾ റീജിയൻ, അങ്ങനത്തെ റീജിയനൊന്നും നോൺ കോഡേറ്റ്സിൻ്റെ ഇടയിൽ കാണില്ല. അതായത് മൊത്തം ഒരേ, ഇപ്പോൾ വിരയൊക്കെ നമ്മൾ ആലോചിക്കുക, മൊത്തം ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ സ്റ്റാർ ഫിഷിനൊന്നും ഒരു പോസ്റ്റ് ഏനൽ പാർട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ കോഡേറ്റ്സിൻ്റെ പ്രത്യേകത, റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് സീൻ ഇൻസൈഡ് RBC. നമുക്കറിയാം ബ്ലഡിൽ ബ്ലഡ് സെൽസും ഉണ്ട്, പ്ലാസ്മയുണ്ട്. അപ്പോൾ കോഡേറ്റ്സിൻ്റെ കേസിൽ, ഇൻ കേസ് ഓഫ് കോഡേറ്റ്സ് റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ് like hemoglobin is present inside the RBC. നമുക്കൊക്കെ RBCയുടെ ഉള്ളിലാണ് ഹീമോഗ്ലോബിൻ കാണുന്നത്. While in non-chordates, if respiratory pigment is seen, it is seen in the plasma. Respiratory pigment ഉണ്ടെങ്കിൽ അത് പ്ലാസ്മയിലാണ് കാണുക. അതുപോലെ തന്നെ കോഡേറ്റ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് മെയിനായിട്ടും കിഡ്നീസ് ആയിരിക്കും. പക്ഷേ നോൺ കോഡേറ്റ്സിന് കിഡ്നി ആയിരിക്കില്ല, വേറെ കുറേ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചതാണ്. നെഫ്രീഡിയ, ഫ്ലെയിം സെൽസ്, പ്രോട്ടോനെഫ്രീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ എൻഡോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. എൻഡോസ്കെലിറ്റൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. ദേ കണ്ടെയ്ൻസ് ലിവിങ് സെൽസ് ഇൻ കേസ് ഓഫ് കോഡേറ്റ്സ്. കോഡേറ്റ്സിൻ്റെ കേസിൽ ലിവിങ് സെൽസ് ആണ് ഉണ്ടായിരിക്കുക. മസിൽ ടിഷ്യൂ എന്നൊക്കെ നമ്മൾ പറയില്ല, ബോണിൽ, മസിൽ ടിഷ്യൂ അല്ല സോറി, ബോണിൽ സെൽസ്, ലിവിങ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇൻ കേസ് ഓഫ് നോൺ കോഡേറ്റ്സ് എൻഡോസ്കെലിറ്റൺ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡ് ഓഫ് ലിവിങ് സെൽസ്. എൻഡോസ്കെലിറ്റൺ ഇഫ് പ്രസൻറ്റ് ഇറ്റ് ഈസ് ഡിവൈഡ് ഓഫ് ലിവിങ് സെൽസ് ആയിരിക്കില്ല, ഡെഡ് സെൽസ് ആയിരിക്കും. ഓക്കെ, വേർട്ടിബ്രേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ്. എന്തൊക്കെയാണ്? ഡോസൽ നെർവ് കോഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡായിട്ട് മാറും. ഹാർട്ട് ഇസ് വെൻട്രൽ. അതുപോലെ തന്നെ അറ്റാച്ച് ടു ദ റെസ്റ്റ് ഓഫ് ദ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് ബൈ ഗേർഡിൽസ്, അതായത് പെക്ടറൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ സ്കിൻ ഈസ് കവേർഡ് ബൈ സ്കെയിൽസ്, ഫെതേഴ്സ്, ഹെയർസ്, ക്ലോസ്, നെയിൽസ്, ഹോൺസ്, അങ്ങനെ എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാധനം കൊണ്ട് സ്കിന്നിനെ കവർ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ വേർട്ടിബ്രേറ്റ് ക്യാരക്ടേഴ്സാണ്. മനസ്സിലായോ? ഇതൊക്കെ വേർട്ടിബ്രേറ്റ് ക്യാരക്ടേഴ്സ്. എന്തൊക്കെയാണ്? സ്കിന്നിൽ അഡീഷണൽ ആയിട്ട് കുറേ സ്കെയിൽസ് അല്ലെങ്കിൽ നെയിൽസ്, ഹെയർസ് ഒക്കെ ഉണ്ടാവാം. അതുപോലെ ഹാർട്ട് വെൻട്രൽ ആണ്, കിഡ്നീസ് പ്രസൻറ്റ് ആണ്. ഡോസൽ നെർവ് കോഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡായിട്ട് മാറും. പിന്നെ എൻഡോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സിൽ പെക്ടറൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും നമ്മുടെയൊക്കെ കേസിൽ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസിൽ. ദെൻ അപ്പോൾ വേർട്ടിബ്രേറ്റ്സിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞു. വേർട്ടിബ്രേറ്റിൻ്റെ ഫസ്റ്റ് ഡിവിഷനാണ് പറഞ്ഞത്, നാത്ത. ഇനി നെക്സ്റ്റ് വൺ ഇസ് നാത്തോസ്റ്റൊമേറ്റ. ദ നാത്തോസ്റ്റൊമേറ്റ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 super class, that is super class species. നാത്തോസ്റ്റൊമേറ്റ എന്ന് പറഞ്ഞിട്ട് ഇസ് എ ഡിവിഷൻ. നാത്ത ആൻഡ് നാത്തോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന അവരുടെ ആ ടാക്സോണമിക് കാറ്റഗറി ഓർമ്മയുണ്ടോ? ടാക്സോണമിക് കാറ്റഗറി, ആ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷനാണ്. അപ്പോൾ ഇറ്റ് ഈസ് നാത്തയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ, ദറ്റ് ഇസ് സൈക്ലോസ്റ്റൊമേറ്റ. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് വേർട്ടിബ്രേറ്റ്സിലെ നാത്തോസ്റ്റൊമേറ്റ എന്ന് പറയുന്നത്, അതായത് ജോഡ് ആയിട്ടുള്ള വേർട്ടിബ്രേറ്റ്സ്. അതിനെ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? സൂപ്പർ ക്ലാസ് സ്പീസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. സൂപ്പർ ക്ലാസ് സ്പീസസ് ഇൻക്ലൂഡ് ഫിഷസ്. ഫിഷസിൻ്റെ സ്റ്റഡി എന്താ പറയുക? ഇക്തിയോളജി, ICTH, ഇക്തിയോളജി എന്നാണ് പറയുക, സ്റ്റഡി ഓഫ് ഫിഷസ്. ഓക്കെ, അപ്പോൾ
സൂപ്പർ ക്ലാസ് ഫിഷസ് ഇൻക്ലൂഡ്സ് 2 ക്ലാസ്സസ്, കോൺട്രിക്ടീസ് ആൻഡ് ഓസ്റ്റിക്ടീസ്. അപ്പോൾ സൂപ്പർ ക്ലാസ് ഫിഷസ്, അതായത് ഫിഷസിനെ നമുക്ക് 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, കോൺട്രിക്ടീസ് ആൻഡ് ഓസ്റ്റിക്ടീസ്. ഫിഷസിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? അവർ അക്വാട്ടിക് ആണ് അല്ലേ, വെള്ളത്തിലാണ് ജീവിക്കുന്നത്. മറൈൻ ഓർ ഫ്രഷ് വാട്ടറിൽ കാണാം, അല്ലെങ്കിൽ മറൈനായിട്ട് കാണാം. അങ്ങനെ നമുക്ക് എന്താ പറയുക, റിവേഴ്സിലും കാണാൻ പറ്റും, ഓഷ്യൻ സീയിലൊക്കെ കാണാൻ പറ്റും. Then they are cold-blooded organisms, or they are known as poikilotherms. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ വാക്കുണ്ട്, poikilotherms. Poikilotherms means cold-blooded animals. That is, they lack the capacity to regulate their body temperature. ചില ഓർഗാനിസത്തിന് അവരുടെ ബോഡി ടെമ്പറേച്ചർ സ്വന്തമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനെയാണ് കഴിവുണ്ടാവും. അപ്പോൾ കഴിവില്ലാത്തവനെ പോയിക്ലോത്തേംസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ഓർഗാനിസംസ് എന്ന് പറയും. കഴിവുള്ളവരെ പറയുന്ന പേരാണ്, അതായത് ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് വാം ബ്ലഡ് ഓർഗാനിസംസ്. അപ്പോൾ ഫിഷസ് പോയിക്ലോത്തേംസ് ആണ്. ദേ കനോട്ട് റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ദ സറൗണ്ടിങ്സ്. അതുപോലെ അവരുടെ ബോഡി സ്ട്രീം ലൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. സ്പിൻഡിൽ എന്ന് പറയുന്നത് ബോത്ത് എൻഡ്സ് ടേപ്പറിങ്. നോക്കിയേ, ഒരു ഈ എൻഡ് ടേപ്പറിങ് ആയിരിക്കും, ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലുണ്ടെങ്കിൽ അതും ടേപ്പറിങ് ആയിരിക്കും. ഇങ്ങനെ ടേപ്പറിങ് ആയിരിക്കും. ടേപ്പറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 സൈഡും കൂർത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ആ ബോയൻസി കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് ഈസി ആയിട്ട് വെള്ളത്തിലല്ലേ മൂവ് ചെയ്യുന്നത്, അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രീം ലൈൻ ബോഡി എന്ന് പറയുന്നത്. ദർ ഹാർട്ട് ഇസ് വെൻട്രൽ മസ്കുലർ ഹാർട്ട് ഉണ്ട്, ആൻഡ് ദർ ഹാർട്ട് ഇസ് 2 ചേമ്പേർഡ്. നമ്മൾ നേരത്തെ കണ്ടു, ഫിഷസിൻ്റെ ഹാർട്ട് 2 ചേമ്പേർഡ് ആണ്, ഒരു എട്രിയം ഒരു വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫിഷസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ദേ പൊസസ് ഫിൻസ് ആസ് അപ്പൻഡേജസ് ഫോർ ലോക്കോമോഷൻ. ഫിൻസ് ആണ് അവരുള്ളത്. ഫിൻസ് ഓർ ലിംസ് നമ്മൾ നേരത്തെ പറഞ്ഞു വേർട്ടിബ്രേറ്റ്സിന്, പക്ഷേ ഫിഷസിൻ്റെ കേസിലുള്ളത് ഫിൻസ് ആണ്. ഫിൻ എന്ന് പറഞ്ഞില്ലേ, ഫിഷസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സാധനം, അതിനാണ് ഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2 ആയിട്ട് തിരിക്കാം, കോൺട്രിക്ടീസ് ആൻഡ് ഓസ്റ്റിക്ടീസ്. ഓക്കെ, ക്ലാസ് കോൺട്രിക്ടീസ്. കോൺട്രിക്ടീസ് എന്ന് അവരുടെ പേര് പറയാൻ കാരണം അവരെ കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ദർ എൻഡോസ്കെലിട്ടൺ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്. അതുകൊണ്ടാണ് അവരെ കോൺട്രിക്ടീസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ ബോഡി സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ഒക്കെ ആയിരിക്കും. അതിന് എക്സാമ്പിൾ, കോൺട്രിക്ടീസിന് എക്സാമ്പിൾ പറയുന്നത് ഷാർക്കാണ്. ഷാർക്കിൻ്റെ പടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതിൽ തന്നെ കാണാം ഷാർക്കിൻ്റെ പടം. നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ, അവരുടെ മൗത്ത് എവിടെയാണ് കാണുന്നത്? മൗത്ത് ഇവിടെയാണ് കാണുന്നത് അല്ലേ, അതായത് ലോവർ പാർട്ടിലാണ് മൗത്ത് കാണുക. പക്ഷെ നമ്മൾ സാധാരണ ഒരു ഫിഷസിനെ വിളിക്കുമ്പോൾ അവരുടെ ചുണ്ട് എങ്ങനെയാണ്? ടെർമിനൽ റീജിയനിലല്ലേ വരയ്ക്കുക. പക്ഷേ ഈ കോൺട്രിക്ടീസിൻ്റെ പ്രത്യേകതയാണ് മൗത്ത് ലോവർ സൈഡിലാണ് കാണുക. മൗത്ത് ഇസ് ലൊക്കേറ്റഡ് വെൻട്രൽ സൈഡ്. ഇത് ഡോസൽ സൈഡും ഈ പറയുന്നത് ഇത് ഡോർസൽ സൈഡും ഇത് വെൻട്രൽ സൈഡും. അപ്പോൾ വെൻട്രൽ സൈഡിലാണ് മൗത്ത് കാണുന്നത് ഇൻ കേസ് ഓഫ് കോൺട്രിക്ടീസ്. ഓക്കെ, മൗത്ത് ഇസ് വെൻട്രൽ ഇൻ പൊസിഷൻ ഓൺ ദ ഹെഡ്. ജോസ് വെൽ ഡെവലപ്ഡ് ആണ്, കാരണം ദേ ആർ നാത്തോസ്റ്റൊമേറ്റ്സ്. റെസ്പിറേഷൻ ഒക്കേഴ്സ് ത്രൂ ഗിൽസ്. ഗിൽസ് റെസ്പിറേഷന് ഉണ്ട്, ബട്ട് ദേ ഡു നോട്ട് പൊസസ് ഒപ്പർക്കുലം. ഒപ്പർക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിൽസിനെ കവർ ചെയ്ത്, ചെകിള പൂ എന്ന് പറയില്ലേ, ഇങ്ങനെ കവർ ചെയ്ത്, എന്താ പറയുക, ഗിൽസിനെ കവർ ചെയ്ത് ചെകിളപ്പൂ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ആബ്സെൻ്റ് ആണ് ഇൻ കേസ് ഓഫ് കോൺട്രിക്ടീസ്. ഓക്കെ, അതുപോലെ ദേ പോസസ് സ്കെയിൽസ്. അവർക്ക് സ്കെയിൽസ് ഉണ്ട്, ആ സ്കെയിൽസിന് പറയുന്ന പേരാണ് പ്ലക്കോയിഡ് സ്കെയിൽസ്. അവരുടെ മൈന്യൂട്ടായിട്ടുള്ള പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. അവരുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ ടഫായിരിക്കും, ടഫ് ആയിരിക്കും. അവരുടെ ബോഡി തൊട്ട് നോക്കി അറിയാം, മൈന്യൂട്ട് ആയിട്ടുള്ള പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. മൈന്യൂട്ട്, അതിൻ്റെ സ്കെയിൽസിൻ്റെ പേര് മറക്കരുത്, പ്ലക്കോയിഡ് സ്കെയിൽസ്. അപ്പോൾ അവരുടെ ജോസ് നല്ല പവർഫുൾ ആയിരിക്കും. ദീസ് ആനിമൽസ് ആർ പ്രിഡേഷ്യസ്. ഇപ്പോൾ ഷാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പ്രിഡേറ്ററി അല്ലേ, അത് ബാക്കി ഓർഗാനിസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന, അതാണ് പ്രിഡേഷ്യസ് എന്ന് പറയുന്നത്. അവർക്ക് എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ എന്താ പറയുക, ബോയൻസി, ആ വാട്ടറിലുള്ള ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗനാണ്. എയർ ബ്ലാഡർ ആബ്സെൻറ്റ് ഇൻ കേസ് ഓഫ് ദിസ് കോൺട്രിക്ടീസ്. സോ ദേ ഹാവ് ടു മൂവ് കണ്ടിന്യൂസ്ലി. അപ്പോൾ അവർക്ക് ആ ബോയൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ സിങ്ക് ചെയ്ത് പോകാതിരിക്കാൻ, അവർ മുങ്ങി പോകാതിരിക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് നീന്തിക്കൊണ്ടേയിരിക്കാം.
ഹാർട്ട് 2 ചേമ്പേർഡ് ആണ്. പിന്നെ ചിലർക്ക് ഇലക്ട്രിക് ഓർഗൻസ് ഒക്കെ ഉണ്ടാവും. ഇലക്ട്രിക് ഓർഗൻസ്, ടോർപിഡോ, ഇലക്ട്രിക് ഹീൽ എന്ന് പറഞ്ഞിട്ടില്ലേ. അതുപോലെ ചിലർക്ക് പോയിസണസ് സ്റ്റിങ് ഉണ്ടാവും. ട്രൈഗൺ എന്ന് പറയുന്ന ഈ തെരണ്ടി എന്നൊക്കെ പറയില്ലേ, വാലിങ്ങനെ അടിച്ച്. നമ്മുടെ ഡിസ്കവറിയിലല്ലോ അങ്ങനെ ഒരു ചാനലിലെ, നാഷണൽ ജിയോഗ്രഫിക് ചാനലിലെ സ്റ്റീവൻ എന്ന് പറയുന്ന ഒരാളെ തെരണ്ടി വാല് കൊണ്ട് അടിച്ച് അതിൻ്റെ സൈഡിലുള്ള മുള്ള് വഴി അത് ഹാർട്ടിൽ കൊണ്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട് മരിച്ചത്. അതാണ് തെരണ്ടി എന്നൊക്കെ പറയും. വാല് കൊണ്ടാണ് അത് എന്താ പറയുക അറ്റാക്ക് ചെയ്യുന്നത്. പോയ്സണസ് സ്റ്റിങ് ഉണ്ടാവും വാലിൽ. ട്രൈഗൺ എന്ന് പറയും. കോൾഡ് ബ്ലഡറാണ്. ജനറലി എല്ലാ ഫിഷസും കോൾഡ് ബ്ലഡറാണ്. അതുപോലെ സെക്സസ് സെപ്പറേറ്റ് ആണ്. അതായത് ഹെർമാഫ്രോഡൈറ്റ്സ് അല്ല. മെയിൽ ഫീമെയിൽ ഡിസ്റ്റിങ്യൂഷൻ പറ്റും. മെയിൽസിൽ പെൽവിക് ഫിൻസ് ബെയർസ് ക്ലാസ്പേഴ്സ്. അത് അവരുടെ എന്താ പറയുക സ്പേം ഒക്കെ സ്പേം ഫീമെയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീമെയിലിനെ പിടിച്ച് നിൽക്കുന്നതാണ് ക്ലാസ്പേഴ്സ് എന്ന് പറയുന്നത്. മെയിൽസിൽ പെൽവിക് ഫിൻസിൽ ക്ലാസ്പേഴ്സ് ഉണ്ട്. ദ ഹാവ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഞാൻ പറഞ്ഞില്ല, ഫീമെയിലിൻ്റെ ഉള്ളിലേക്ക് സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിന് ആ മെയിലിൽ പിടുത്തം കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ്പേഴ്സ് ഉള്ളത്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻസൈഡ്. ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം ഒക്കേഴ്സ് ഇൻസൈഡ് ദ ബോഡി. ദെൻ മെനി ഓഫ് ദം ആർ വിവിപാരസ്, അല്ലെങ്കിൽ ഓവോ വിവിപാരസ് എന്ന് പറയാം. ഓവോ വിവിപാരസ് എന്ന് പറയും. ഓവോ വിവിപാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേ ചെയ്യും, പക്ഷേ ആ എഗ്ഗ് ഉള്ളിൽ വെച്ച് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് പുറത്തേക്ക് വരുന്നത് കുട്ടികളായിരിക്കും. അതാണ് ഓവോ വിവിപാരസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോൺട്രക്റ്റീസിൻ്റെ ക്യാരക്ടേഴ്സ്. ഹാർട്ട് 2 ചേമ്പേർഡ്, ഓറക്കിൾ വെൻട്രിക്കിൾ, ലങ് ഓർ എയർ ബ്ലാഡർ ഇസ് ആബ്സെൻറ്റ്. അപ്പോൾ അവർക്ക് ബോയൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് സ്വിമ്മിങ് വേണ്ടി വരും. They reproduce by laying eggs or produce eggs which hatch inside the mother's body. അതാണ് ഓവോവിവിപാരസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഒന്നുമില്ല എഗ് ലേയിങ് ഓവിപാരസ് ആയിരിക്കും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓവോവിവിപാരസ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ ദോസ് ഓർഗാനിസം വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺസ്. പക്ഷേ ഓവോവിവിപാരസ് എന്ന് പറഞ്ഞാലോ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ഹാച്ചിങ്, ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നത് ഇൻസൈഡ് ദ ഫീമെയിൽസ് ബോഡി. ഫെർട്ടിലൈസേഷൻ ഇസ് ഇൻറ്റേർണൽ. എക്സാമ്പിൾ ഷാർക്ക്, റേ, സ്കേറ്റേഴ്സ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, നോക്കിയേ, ഇത് മിക്സിങ് ഓഫ് ബ്ലഡ് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഈ ഡബിൾ സർക്കുലേഷനൊന്നും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അവർക്ക് നമ്മുടെ കേസിലാണെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ഒഴുകുക. അവരുടെ കേസിൽ അത്രയൊന്നും പറ്റില്ല, കാരണം 2 ചേമ്പേർഡ് ഹാർട്ടാണ് ഫിഷസിൽ. ഈ കാണുന്നതാണ് ട്രൈഗൺ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറയാം തെരണ്ടി എന്ന് പറയുന്നത്. സ്കോളിയോഡോൺ ഡോഗ് ഫിഷ് അല്ലെങ്കിൽ ഷാർക്ക് എന്ന് പറയുന്നത്. പ്രിസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സോ ഫിഷ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ആ സ്നൗട്ട് റീജിയൻ, ഫ്രണ്ട് റീജിയൻ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്തൊരു അറക്കവാള് പോലെ ഇരിക്കും. ഇതാണ് സോ ഫിഷ്. പിന്നെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് വേറെണ്ണം. ഇതിലൊക്കെ കൃത്യമായിട്ട് അറിയാം അവരുടെ മൗത്ത് വെൻട്രൽ സൈഡിലാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത? മൗത്ത് വെൻട്രൽ ആണ്. പ്ലക്കോയിഡ് സ്കെയിൽസ് ആണുള്ളത്. ഒവിപാരസ് ഓർ ഓവോവിവിപാരസ്. പിന്നെ ഇലക്ട്രിക് ഓർഗൻസ് ഒക്കെ ചിലരിൽ പ്രസൻ്റ് ആണ്. പോയിസൺ സ്റ്റിങ് ഒക്കെ ഉണ്ട്. ഹാർട്ട് 2 ചേമ്പേർഡ് ആണ്. ലങ് അല്ലെങ്കിൽ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. അതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്, മേജർ ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് ഓസ്റ്റിക്ടീസ്. ഓസ്റ്റിക്ടീസിന് കുറേ ക്യാരക്ടേഴ്സൊക്കെ ഓപ്പോസിറ്റാണ്. അതായത് ഫിഷസിൻ്റെ കോമൺ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? പോയിക്ലോ ടേംസ് ആണ്, കോൾഡ് ബ്ലഡ് ഓർഗാനിസംസ് ആണ്, അല്ല ഹാർട്ട് വെൻട്രൽ ആണ്, 2 ചേമ്പേർഡ് ആണ്. അതൊക്കെ 2 ക്ലാസ്സിനും ഒരുപോലെയാണ്. പക്ഷേ ചില കേസിൽ വ്യത്യാസമുണ്ട്. അതായത് നേരത്തെ ഇപ്പോൾ കോൺട്രിക്ടീസിനാണെങ്കിൽ ദേ പോസസ് പ്ലക്കോയിഡ് സ്കെയിൽസ്, ബട്ട് ഇൻ കേസ് ഓഫ് ഓസ്റ്റിക്ടീസ് ദേ പോസസ് ടീനോയിഡ് ഓർ സൈക്ലോയിഡ് സ്കെയിൽസ്. മറക്കരുത്, ടീനോയിഡ് ഓർ സൈക്ലോയിഡ്. ടീനോയിഡിൻ്റെ സ്പെല്ലിംഗ് CTEN ആണ്. അപ്പോൾ CC, ആ C സ്കെയിൽസ് ഉള്ളത് ആർക്കാണ്? ഓസ്റ്റിക്ടീസിനാണ്. പ്ലക്കോയിഡ് സ്കെയിൽസ് ഉള്ളത് കോൺട്രിക്ടീസിന്. അതുപോലെ ഇവരുടെ മൗത്ത് ടെർമിനലാണ്. മറ്റവരുടെ മൗത്ത് വെൻട്രലായിരുന്നു. സാധാരണ ഒരു ഫിഷ് നമ്മൾ കൺസിഡർ ചെയ്ത് ആ ഫിഷിൻ്റെ മൗത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയുടെ ഒരറ്റത്തായിരിക്കില്ല. അതാണ് ടെർമിനൽ എന്ന് പറയുന്നത്. ബോഡി സ്ട്രീം ലൈൻഡ് ആണ്. അത് 2 പേർക്കും അങ്ങനെയാണ്.
അതുപോലെ തന്നെ ഓപ്പർക്കുലം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവർക്ക് പ്രസൻ്റ് ആണ്. 4 pairs of gills which are covered by ഓപ്പർക്കുലം പ്രസൻ്റ് ആണ്. എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്. പക്ഷേ ഓപ്പർക്കുലവും എയർ ബ്ലാഡറും ആബ്സെൻ്റ് ആയിരുന്നു ഇൻ കേസ് ഓഫ് കോൺട്രക്റ്റീസ്. വൈൽ ഇൻ ഓസ്റ്റിക്ടീസ് ഓപ്പർക്കുലം എന്ന് പറഞ്ഞാൽ ഗിൽസിനെ കവർ ചെയ്യുന്നത്, ആ ഓപ്പർക്കുലവും എയർ ബ്ലാഡറും പ്രസൻ്റ് ആണ്. കുറച്ചും കൂടി ബോയൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അവർക്ക്, അവരുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹാർട്ട് 2 chambered ആണ്, കോൾ ബ്ലഡഡ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. പക്ഷേ നേരത്തെ കേസിൽ എങ്ങനെയാണ് പറഞ്ഞത്, ഇൻറ്റേർണൽ ആണ്. കോൺട്രക്റ്റീസിന് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതുകൊണ്ട് ഷാർക്കിന് ക്ലാസ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഫീമെയിലിൻ്റെ ഉള്ളിലേക്ക് സ്പേമിനെ ലേ ചെയ്യാൻ വേണ്ടി, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫീമെയിലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്പേഴ്സ്. ഇവിടെ ഇൻ കേസ് ഓഫ് ഓസ്റ്റിക്ടീസ് ഫെർട്ടിലൈസേഷൻ ഇസ് എക്സ്റ്റേണൽ. മെയിൻലി ഒവിപാരസ് ആണ് അവർ, സാധാരണ ഒവിപാരസ് ആണ്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ്, അതായത് വിത്തൗട്ട് എ ലാർവൽ സ്റ്റേജ്. ഓക്കെ. സ്കെലിട്ടൺ കാർട്ടിലേജിനസ് ആണ് എംബ്രിയോണിക് സ്റ്റേജിൽ. അതാണ് അവരെ ബോണി ഫിഷ് എന്ന് പറയാൻ കാരണം. എംബ്രിയോണിക് സ്റ്റേജിൽ കാർട്ടിലേജിനസ് ആയിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ കേസ് ഓഫ് അഡൾട്ട് ആകുമ്പോൾ. അതാണ് മേജർ ഡിഫറൻസ് കേട്ടോ. കാർട്ടിലേജിനസ് ഫിഷിൻ്റെ എൻഡോസ്കെലിട്ടൺ ഇസ് മേഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്, വൈൽ ഇൻ ബോണി ഫിഷസിൻ്റെ വേറെ പേരാണ് ഓസ്റ്റിക്ടീസ്. ഇൻ കേസ് ഓഫ് ഓസ്റ്റിക്ടീസ് എൻഡോസ്കെലിട്ടൺ ഇസ് മേഡ് അപ്പ് ഓഫ് ബോൺസ്. അതായത് പ്രിമിറ്റീവ് സ്റ്റേജിൽ, എംബ്രിയോണിക് സ്റ്റേജിൽ എംബ്രിയോ ആയിരുന്നപ്പോൾ എന്തായിരുന്നു, കാർട്ടിലേജിനസ് ആയിരുന്നു, ബട്ട് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബോൺസ്. ബോഡി ഈസ് സ്പിൻഡിൽ ഷേപ്ഡ്, അതാണ് സ്ട്രീം ലൈൻ ബോഡി എന്ന് പറയുന്നത്. എക്സോസ്കെലിട്ടൺ ഉണ്ടെങ്കിൽ സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. മൗത്ത് ഇസ് ടെർമിനൽ, അതായത് ഒരു എൻഡിൽ. ദെൻ ഗിൽസ് ആർ കവേർഡ് ബൈ ബോണി ഫ്ലാപ്പ് കോൾഡ് ഓപ്പർക്കുലം. While it is operculum is absent in case of contractile. A swim bladder or air bladder is present. It helps in floating. പൊങ്ങി കിടക്കാൻ സഹായിക്കും. ഫ്ലോട്ട് ചെയ്ത് അനങ്ങാതെ കുറച്ചു നേരം കിടക്കാൻ പറ്റും. പക്ഷേ ഷാർക്കിനാണെങ്കിലോ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ അവർ സിങ്ക് ചെയ്തു പോകും. എയർ ബ്ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോയൻസിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇവർക്ക് പ്രസൻ്റ് ആണ്. ആർക്ക്? ബോണി ഫിഷസിന് അല്ലെങ്കിൽ ഓസ്റ്റിക്ടീസിന്. Heart is 2 chambered. Fertilization is mostly external. They live in fresh water and sea water. പക്ഷേ മറ്റേ കോൺട്രക്റ്റീസ് ആണെങ്കിൽ സീ വാട്ടറിലാണ് കാണുക കേട്ടോ, മറൈനാണ്. ഈ ക്ലാസ്സിൽ വരുന്നത് ഓസ്റ്റിക്ടീസ് ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും കാണും. അതിന് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ സാധാരണ കാണുന്ന ഫിഷസൊക്കെ, അതായത് കരിമീൻ, അങ്ങനത്തെ കുറേ മീനുകൾ കാണില്ലേ നമ്മൾ സാധാരണ അതിൽ. സീ ഹോസ് എന്ന് പറഞ്ഞാൽ കടൽ കുതിര, നിങ്ങൾ ടെക്സ്റ്റിൽ പാടുന്നുണ്ട്. ഹിപ്പോക്യാമ്പസ് എന്ന് പറയും. അതുപോലെ തന്നെ ലേബിയോ, റോഹു എന്നൊക്കെ പറയില്ലേ, റോഹു. അതുപോലെ കാറ്റ് ഫിഷസ്, മുഷി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ബോണി ഫിഷസിൽ വരുന്നതാണ്. കട്ട്ല, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഫിഷസൊക്കെ ഇല്ലേ, അതൊക്കെ. അതിൻ്റെയൊക്കെ ബെറ്റ എന്നൊക്കെ പറയുന്ന ആ സയൻറ്റിഫിക് നെയിമിൻ്റെ ഒരു ഭാഗമേ ഉള്ളൂ, അതും പഠിക്കേണ്ടതാണ് കേട്ടോ. ടീറോഫൈലം, അതായത് ഏഞ്ചൽ ഫിഷിൻ്റെ വേറെ പേരാണ്, അപ്പോൾ അതും പഠിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് വേർട്ടിബ്രേറ്റ്സിലെ ഒരു ഫസ്റ്റ് ക്ലാസ്, അതായത് ഏനാത്ത എന്ന് പറയുന്ന ഡിവിഷനിലെ ഒരേ ഒരു ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. അവരുടെ റൗണ്ട് ആയിട്ടുള്ള മൗത്താണ്, സെക്ടോറിയലാണ്, അവർ പാരസൈറ്റ്സ് ആയിരിക്കും. അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ്. അതുപോലെ അവർ മറൈനാണ്. സ്പോണിങ്ങിൻ്റെ സമയത്ത് മാത്രം ഫ്രഷ് വാട്ടറിലേക്ക് പോകും. ആഫ്റ്റർ സ്പോണിങ് ദേ വിൽ ഡൈ ആൻഡ് ലാർവ ആഫ്റ്റർ മെറ്റമോർഫോസിസ് റിട്ടേൺ ടു ഓഷ്യൻ ഫോർ ഫെർദർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫെർദർ ലൈഫ്. അവരുടെ ക്രേനിയമൊക്കെ കാർട്ടിലേജിനസ് ആയിരിക്കും. ഇങ്ങനെ കുറേ സ്ട്രക്ചേഴ്സാണ്, ക്യാരക്ടേഴ്സാണ് പറയുന്നത്. എക്ടോ പാരസൈറ്റ്സ് ഓഫ് ഫിഷസ്. ഏനാത്ത, ജോലസ്. ഇനി നാത്തോസ്റ്റൊമേറ്റയിൽ വരുന്നത് 2 സൂപ്പർ ക്ലാസ്, പിസസ് ആൻഡ് ടെട്രാപോഡ. Super class species include 2 classes, class Chondrichthyes and class Osteichthyes. Both these classes share some common features like streamlined body, ventral heart. അങ്ങനെ കുറേ കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്ട്രീംലൈൻ ബോഡി, വെൻട്രൽ ഹാർട്ട്, അങ്ങനെയൊക്കെ. കോൾഡ് ബ്ലഡർ, പോയിക്ലോതെമിക് ഓർഗാനിസംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ വേറെ കുറേ ക്യാരക്ടേഴ്സിൽ അവർ ഡിഫറെൻ്റ് ആണ്. അതായത് മെയിനായിട്ട് എൻഡോസ്കെലറ്റൺ. കാർട്ടിലേജിയസ് ഫിഷസിൽ കാർട്ടിലേജ്, കോൺട്രക്റ്റീസിൽ, ബോണി ഫിഷസിലാണെങ്കിൽ ബോൺസ്. ദെൻ സ്കെയിൽസ്, പ്ലക്കോയിഡ് ഇൻ കേസ് ഓഫ് കോൺട്രക്റ്റീസ്, സൈക്ലോയിഡ് ഓർ ടീനോയിഡ് ഇൻ കേസ് ഓഫ് ഓസ്റ്റിക്ടീസ്. Then fertilization is internal in case of contractile, external in osteichthyes. നമ്മൾ സാധാരണ ഈ
തോട്ടിലൊക്കെ മീൻ മുട്ട എന്നൊക്കെ പറയും പുറത്തേക്ക് വരുന്നത്, അത് ഈ കാണുന്നത് ഈ പറയുന്ന ഓസ്റ്റിക്ടീസിൻ്റെ ആയിരിക്കും. അതുപോലെ മൗത്ത് ഇസ് വെൻട്രൽ ഇൻ കേസ് ഓഫ് കോൺട്രിക്ടീസ്, ഇറ്റ് ഇസ് ടെർമിനൽ ഇൻ കേസ് ഓഫ് ഓസ്റ്റിക്ടീസ്. കുറേ എക്സാമ്പിൾസും ഉണ്ട്. കോൺട്രിക്ടീസിലെ ചില ഫിഷസിന് ചില പ്രത്യേകതയുണ്ട്, അതായത് സ്റ്റിംഗ് റേ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഓർഗൻ എന്നൊക്കെ പറയുന്നത്, അത് ടോർപിഡോ. അപ്പോൾ ആ എക്സാമ്പിൾസൊക്കെ എല്ലാ ഫൈലത്തിൻ്റെയും എല്ലാ ക്ലാസ്സിൻ്റെയും എക്സാമ്പിൾസൊക്കെ പഠിക്കണം. ഇതോടുകൂടി പിസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ടെട്രാപ്പോഡയാണ്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരും. അപ്പോൾ ഇത്രയും ആണ് വേർട്ടിബ്രേറ്റ്സിൽ സൂപ്പർ ക്ലാസ് പിസസിൽ പറയാനുള്ളത്.